ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കങ്ങനെ സുഖമായിട്ട് പോകണ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇന്നലെ രാത്രി പിടിച്ച ക്ലീനിങ് ആണ്. ക്ലീനിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് അടിമുടി. നോക്കുമ്പോൾ വീട്ടിൽ പൊടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ അടിച്ചു വാരി തുടച്ച് കഴിയുമ്പോൾ ഒരു ലോഡ് പൊടിയാണ് കിട്ടണേ. മാറാതെ തട്ടി കഴിയുമ്പോഴാണെങ്കിലും ജനല കമ്പിയും വേണമെങ്കിലും ഒക്കെ പൊടി മേളാണ്. എല്ലാവരും പറയും നിങ്ങൾക്ക് എന്താ പണി? ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്ത് മുന്നിൽ ചോദിക്കാറുണ്ട്, അമ്മച്ചിക്ക് എന്നിട്ട് പണി കഞ്ഞിയും കൂട്ടാനും വെക്കണം, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോഴാണ് പണി എന്തിട്ടാന്നുള്ളത് നമുക്കറിയുള്ളൂ. അതറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നലെ നമ്മുടെ ആദംകൂട്ടനെയും അബ്രുവിനെയും നമ്മൾ മറ്റേ കുട്ടുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അതെന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിൽക്കുക. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വരാറ്. അപ്പം ഞാൻ ഇന്നലെ അവനെ അവിടെ കൊണ്ടാക്കി. അപ്പം എൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞേ, നീ പൊക്കോ, നീ പോയി ക്ലീൻ ചെയ്തോ, അവൻ കാണാണ്ട് കണ്ണു വെട്ടിച്ച് മുങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഞാൻ അവൻ കാണാണ്ട് കണ്ണു വെട്ടിച്ച് മുങ്ങി. അവനാണെങ്കിൽ ഇപ്പം ഞാൻ കുളിക്കാൻ പോയ എന്താ ബഹളം എന്നറിയും ഇവിടെ, കരച്ചിലും മേളം. ഇന്നലെ കരഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് കഴിച്ച ഫുഡ് ഫുള്ള് വൊമിറ്റ് ചെയ്തു. എൻ്റെ ദൈവമേ, ഇന്ന് എന്നിട്ട് അപ്പാപ്പനെ കൊണ്ട് അമ്മേനെ തല്ലിക്കാൻ, എൻ്റെ അപ്പാപ്പൻ വടി പിടിച്ച് അമ്മേനെ തല്ല, അങ്ങനെ ഓരോ പരിപാടികളുണ്ട് ഇവിടെ നടക്കണേ. അപ്പം എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു നീ അവൻ്റെ കണ്ണ് വെട്ടിച്ച് പൊക്കോ. അപ്പം ഞാൻ അവനെ ഒരു ഇതൊക്കെ പറഞ്ഞ് അപ്പുറത്ത് നോക്കി കളിക്കാൻ വിട്ടിട്ട് ഞാനിങ്ങോട്ട് വന്ന് അടിച്ച് വാരി മുകളിലത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു. അതായത് മുകളിൽ അമ്മച്ചി ഇങ്ങനെ മാറാതെ തട്ടി തുടങ്ങിയിട്ട് അമ്മച്ചിക്ക് അറിയാം ഇവരെ വെച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം മുകളിലെ പരിപാടികളൊക്കെ അമ്മച്ചി ചെയ്തു തുടങ്ങി. എന്നിട്ട് തട്ടി വന്നപ്പോഴേക്കും ഞാൻ വന്നു. പിന്നെ ജനലക്കമ്പി കാര്യങ്ങൾ തുടച്ചു, പിന്നെ അടിച്ചു വാരി തുടച്ചിട്ട് സമയം അപ്പോഴേക്കും ഒരു 7 മണി കണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഭാഗ്യത്തിന് അവിടെ ഉണ്ടായ കാരണം രാത്രി തുടങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ വേഗം അപ്പോഴേക്കും ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ക്ലീനിങ് പരിപാടിയായിരുന്നു. ഒരു വിധത്തിൽ കഴിഞ്ഞു. താഴത്തെ പരിപാടി നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നുമില്ല, ചെറിയ ഇപ്പം സെറ്റ് ചെയ്യണമെങ്കിലും ഷോക്കേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയാണ്. കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പൊടിയാണ്. അപ്പോൾ അതൊക്കെ തുടച്ചു. അങ്ങനത്തെ പരിപാടികളായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട്. അപ്പോഴേക്കും അമ്മാമ്മയുടെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് ഇവിടെ ചെറുതായിട്ട് കാലുവേദന തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അമ്മാമ്മ. നമ്മുടെ വീട് വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വീട് വെഞ്ചിരിക്കാൻ വേണ്ടി എല്ലാ വീടുകളിലേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ യൂണിറ്റിൻ്റെ ഇന്നാണ്. അപ്പം ഇന്ന് അച്ഛൻ 7 മണിക്കാകുമ്പോഴേക്കും വരുന്ന പറഞ്ഞിരിക്കണത്. ഇതുവരെ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ വീട് വെഞ്ചിരിക്കാറ്. അബ്രുമുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. വീട് വെഞ്ചിരിക്കാറ് ധ്യാനത്തിൻ്റെ സമയത്ത്. ഇവിടെ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ വെഞ്ചിരിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ടതേ ഒരുത്തൻ്റെ പണി നോക്കിയേ. എന്നിട്ട് ഇവിടെ പണി. ഹലോ ചേട്ടൻ. ആദംകൂട്ടനെ അവിടെ ഇരുന്ന് TV കാണണം. ആദത്തിന് നമ്മൾ ഫ്രണ്ടിലെ വാതിലൊന്നും ഇങ്ങനെ തുറന്നു കിട്ടും. അപ്പൊ ഫ്രണ്ടിലെ 2 വാതിൽ തുറക്കാറില്ല, ഒരു പാളിയെ തുറക്കാറുള്ളൂ. 2 വാതിൽ തുറന്നപ്പോൾ ആ വാതിൽ പണിതപ്പോ അപ്പാപ്പൻ പറഞ്ഞു മോടെ ചാരുകസയിൽ 5 മിനിറ്റ് ഇരിക്കുന്നു പറഞ്ഞ അവിടെ ഒതുക്കി ഇരുത്തിയേക്കാം. അച്ഛൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് അവിടെ ഒതുക്കി ഇരുത്തിയിട്ടിട്ട് ഇവനുണ്ടെങ്കിൽ ഇവനെ ഒതുക്കാനുണ്ടല്ലോ. നമ്മുടെ ചേട്ടന്റെ ചിത്രരചന നോക്കി ചുമരുമ്മ ഒരു ദിവസം അറിയാണ്ട് ഇവൻ തന്നെ പോയി പെൻസിൽ എന്തോ സംഭവം നമ്മുടെ കബോർഡിൽ നിന്ന് ഡ്രോയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ആരും കണ്ടില്ല എന്നുള്ളതാ പറിച്ചിട്ട്. അത് പിന്നെ ഞാൻ പേന കയ്യിൽ കൊടുക്കാറില്ല. അപ്പുറോ ആരൊച്ചെടുക്കണ ആള് ഒരാൾ പിടിച്ച് നടക്കണണ്ടാ. എന്നിട്ട് വേണ്ടേ? ഹലോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തേടാ. ഉമ്മ ടാറ്റ കൊടുത്ത. ടാറ്റ ബൈ. ടാറ്റ ബൈ. അപ്പാന്ന് വിളിച്ചേടാ. ചേട്ടനോ എവിടെ? ചേട്ടൻ പോയാ? അവിടെ പോയിട്ട് ചേട്ടൻ പോയാ? ചേട്ട അപ്പാപ്പ അമ്മ ഒക്കെ പറയൂലേ? ഇപ്പൊക്കെ പറയൂലേ? ആരെ പറഞ്ഞത്? അച്ഛനെപ്പോഴാ വരാ? ഇപ്പൊ വരുമോ? എത്ര മണിക്കാ? 3 മണിക്കാ? പ്രമുത്തിനെ അവന്റെ കൈമ പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടാ.
തന്നെ നടക്കില്ല, നമ്മൾ കഴിയുമ്പോൾ പിടിച്ച് ഇങ്ങനെ നടത്തണം. അപ്പോൾ ഞാൻ അവനവിടെ കുറച്ചേരം ഇരുത്തി കഴിഞ്ഞപ്പോഴെങ്കിൽ അവൻ കരയണു, അവന് നടക്കണമെന്ന് പറഞ്ഞു. ഈ സ്വിച്ച് ഇടില്ല എന്നെ, അതേ ബെഡ് സ്വിച്ച് ഇട്ടു. എൻ്റെ ടബ്രു കാണിക്കണേ. അപ്പൊ അവന് കാട്ടിട്ട് വാ വീട്ടതിമേനെ. ബെഡ് സ്വിച്ച് ഇട്ടുകൊണ്ടിരിക്കുക ചേട്ടൻ. ഇങ്ങോട്ട് വാടോ, മണ്ണുണ്ടോ നോക്കി കുശുമ്പ മാറി നോക്കി നോക്കി നോക്കി. ഫോൺ 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 പോണു. ഹെൽമെറ്റ് ചേട്ടൻ വെച്ചു. ചേട്ടൻ്റെ കണ്ണ് കാണില്ല, തിരിച്ചു വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ്. നടത്തം കഴിഞ്ഞ നിന്റെ? കഴിഞ്ഞ എന്നിട്ട് നോക്കണേ. അപ്പം വണ്ടി തിരിക്കണ്ട. കേറ്. ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഓർമ്മടിക്കണേ. ദൈവമേ, ഹെൽമെറ്റ് വെച്ചിട്ട് ഓർമ്മടിക്കണേ. ഹെൽമെറ്റ് വെച്ചു ഓർമ്മടിക്ക്. കാണില്ലാത്തന്റെ ഹെൽമെറ്റ്. ഈശോ മതി. അപ്പൊ എവിടെ പോയേ? അച്ഛനെ കൊണ്ടുവരാനാ? അച്ഛനെ കൊണ്ടുവരട്ടെ. അപ്പാപ്പ എന്നോട് ഇരിക്കീനി. ഇത് എന്നിട്ട് ആദ്യത്തിന്റെ തലയിൽ ഇരിക്കുന്നുണ്ട്. ആദ്യത്തിന്റെ ഹെൽമെറ്റ് ആണത്. ഹെൽമെറ്റ് ഇതാരാ? ചേട്ടനെ അനിയനുവാ. ദീ ഒന്ന് ചിരിക്കോ. അയ്യോ പ്രഥം ആരെ പേടിപ്പിക്കണേ? രാവിലെ തന്നെ ഞാൻ മറ്റേ ദോശക്ക് വേണ്ടിയിട്ട്, രാവിലെ അല്ല ശരിക്കും ഒരു 10 മണിയായപ്പോ ഞാൻ ഇട്ടു. ഏതായാലും പച്ചരിയും പുഴുക്കലരിയും. എനിക്ക് സംഭവം ഒന്നും ഉണ്ടാക്കാൻ സത്യത്തിൽ അറിയില്ല. ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനങ്ങൾ ഇഷ്ടമില്ല. വീട്ടിലുണ്ടാക്കുന്നത് ചോറ് തന്നെ കഴിച്ച് പരിചയമുള്ള കാരണം ഈ വക പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ABCD എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ആദംകുട്ടി ഇന്നലെ നമ്മുടെ കുട്ടുവിൻ്റെ വീട്ടിൽ പോയപ്പോഴേ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ 2-3 പീസ് തിന്നു. അപ്പം ചോറ് കൊടുക്കുമ്പോഴെങ്കിൽ ഇവൻ വാ തുറക്കില്ല. അപ്പം ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിന്നണമെങ്കിൽ തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് അരയ്ക്കണം. വെള്ളം കൂടാണ്ട് അരയ്ക്കണല്ലോ, അല്ലെങ്കിൽ ഇത് കുഴവഴി ദോശ ആവോ എന്നുള്ളതാണ്. ആവുമായിരിക്കും. അല്ല അതോ ദോശ ഇന്നലെ എന്നിട്ട് ഡാലിമാമ്മയുടെ വീട്ടിൽ നയിച്ചേ? എന്നിട്ട് ദോശ പാപ്പ തിന്നേ? അല്ലാണ്ട് വേറൊരു സാധനമുള്ള തിന്നേ? ഇവിടെ വന്നിട്ട് ആ പാപ്പൻ്റെ അടുത്ത് പറയായിരുന്നു ഡാലി മമ്മിയുടെ വീട്ടിൽ നിന്ന് മറ്റേ ബാർ പൊറോട്ട തിന്നുന്നത്. അതായത് അപ്പൻ ഒരു ദിവസം മറ്റേ ബാറിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാലി ചേച്ചി അവിടുത്തെ ചേച്ചിയാണെങ്കിൽ ഇത് പഞ്ചസാര മുക്കിയിട്ട് ഇവൻ ഇങ്ങനെ തിന്നണ്ടായിരുന്നു. അപ്പൊ അവൻ പറയുന്നതാണ് അവിടെ നിന്ന് പൊറോട്ട തിന്നാണ് ഇവിടെ വന്ന് പറയണത്. സത്യത്തിൽ ദോശയാണ് തിന്നത്. എനിക്ക് അച്ഛൻ 7 മണിക്ക് വരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ വഴിയിൽ നിന്ന് അച്ഛൻ വേറെ വഴിയിലേക്ക് മാറിപ്പോയിന്ന്, വേറെ റൂട്ടിലേക്ക് പോയി. അപ്പൊ അവിടത്തെ കഴിഞ്ഞിട്ട് ഇനി ഇവിടേക്ക് ലാസ്റ്റ് എത്തുള്ളൂ. ഇപ്പൊ 7 മണി എന്നുള്ളത് 9 മണിയാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ദോശമാവ് അങ്ങോട്ട് അരച്ച് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നാളെ രാവിലെ ഉണ്ടാക്കി കൊടുക്കാലോ. അമ്മിച്ചി പറഞ്ഞു ഇത് ഞാൻ ഉച്ചയായിപ്പോ അരച്ച് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മിച്ചി പറഞ്ഞു ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ പൊന്തൂല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. അപ്പൊ ഇനി ഇതിപ്പോ ഒരു 7 മണി 8 മണിക്ക് ആകുമ്പോഴേക്കും അരച്ച് തീർത്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. നാളെ രാവിലത്തേക്ക് സെറ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഉഴുന്നും പച്ചരി സെപ്പറേറ്റ് അടിക്കണം. 2 കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവും അടിക്കണ്ട. ഉഴുന്നും പച്ചരി ഒരുമിച്ചാണ് അടിക്കണ്ട, അല്ലെങ്കിൽ മാറ്റിയണോ? ആണോ? അപ്പൊ ഉഴുന്ന് അരച്ചിട്ട് പച്ചരി പച്ചരി ഫസ്റ്റ് തന്നെ അടിച്ച് ഒഴിക്കാൻ അരയ്ക്കാൻ, എന്നിട്ട് ബാക്കി ഫുള്ള് അമ്മിച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് അറിയില്ലല്ലോ സാധനം. അതിൻ്റെ ഇടയിൽ കൂടെ ആശാന്മാരോട് നല്ല ഉണ്ടാക്കുന്നുണ്ട്. മിക്സർ ആറോ എവിടെയാണാവോ ശരി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടന്മാരിപ്പോഴേക്കും അലമ്പാവും. അവിടെ എന്തോ ഒരു അടി നടന്നുണ്ട്. ഞാൻ അങ്ങനെ മാറുമ്പോഴേക്കും അവന്മാർ തല്ല് കൂടാണ്ടാ. എന്തൊക്കെയാണാവും സംഭവിച്ചേ? നമ്മുടെ ദോശമാവും ദോശയല്ല പച്ചരിയും അതൊക്കെ അടിച്ചത് സെറ്റാക്കി വെച്ചു. അമ്മിച്ചത് മിക്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം അതിന് പുളി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഈ പാത്രങ്ങളും സാധനങ്ങളൊക്കെ കഴുകി വെക്കട്ടെ.
കുഞ്ഞു അത് തിന്നണ സാധനല്ലട കുടിച്ചു. തിരിയണത് തിരി. അത് കത്തിക്കണ സാധനല്ലേ ഇത്. ഇത് കാണിക്കണ കാട്ടായിങ്ങള് നോക്കി. എന്തിട്ട് നീ ഡാൻസ് കളിക്കുന്നത് വീഴാനാട്ടാ. കണ്ട 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 എന്തിട്ട് നാമഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്രോതത്തിലെ പോലെ പരിസ്ഥിതിമേ ഭാവികളായ അയാൾക്ക് വേണ്ടി പോയണവർ സമയത്ത് തമ്മിലാണ് അപേക്ഷ കാണമേ. ആമീൻ. മിണ്ടിയില്ലല്ലോ അച്ഛനെ കണ്ടിട്ട്. അച്ഛനെ കണ്ടിട്ട് മിണ്ടാണ്ടൊക്കെ പേടിച്ചു പോയി. നീ അയ്യേ അമ്മാമ്മയുടെ ഡ്രസ്സിന്റെ അവിടെ അച്ഛനെ കണ്ടിട്ട് അയ്യേ നാളാവില്ലേ അച്ഛന്. വീട് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയിട്ട് അപ്പോഴേക്ക് എന്റെ പണി കഴിഞ്ഞു പറഞ്ഞതാണ് സത്യം. എനിക്കാണെങ്കിൽ പല്ലുവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല്ലുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര പല്ലുവേദന. ഫസ്റ്റ് തന്നെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ, കുത്തി കുത്തി വേദന എടുക്കില്ലേ, അതുപോലെ കുത്തി കുത്തി വേദന എടുക്കാം. സഹിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. പിള്ളേരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വാശി പിടിക്കാൻ മേത്തേക്ക് കയറി വരാം. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു പെയിൻ കില്ലർ ഇപ്പം ഇരിക്കുന്നുണ്ട്. ആ പെയിൻ കില്ലർ ഏതാണെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ പല്ലുവേദന, തലവേദന, അങ്ങനെ. അതായത് എനിക്ക് തലവേദന വന്നപ്പോൾ ചേട്ടായി വാങ്ങിച്ച് വെച്ചതായിരുന്നു. അപ്പം ആ പെയിൻ കില്ലർ ഉണ്ട്. അപ്പം അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കണേ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നേ. അക്രമം തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേരും കൂടി കരയുമ്പോഴേ നമുക്ക് ഇതും സഹിക്കാൻ പറ്റണില്ല, അതും സഹിക്കാൻ പറ്റണില്ല. അതോടുകൂടി അച്ഛൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് പോയതോടുകൂടി അച്ഛനൊന്നല്ലാണ്ട് കാണാൻ. എനിക്ക് മുൻപ് 2 ദിവസം മുമ്പ് ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊരു സിവിയർ പെയിൻ പോലെ വരാണ്, കുത്തി വേദന എടുക്കാണ്. എൻ്റെ ദൈവേ, എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി പറ്റില്ല. ഇപ്പം എന്തായാലും നമുക്ക് എമർജൻസി ആയിട്ട് രാത്രി ഒന്നും പോകാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഈ രാത്രി ഫുള്ള് ഈ വേദന സഹിച്ചിരിക്കാന്ന് പറയുമ്പോഴും പറ്റില്ല. എന്നാലും പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ കുറേ ഇരിക്കുന്നു വിചാരിക്കും. അപ്പം ഞാൻ അത് കഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ തന്നെ. എൻ്റെ ദൈവം, ഞാൻ ഈ ഉപ്പൊക്കെ വെച്ച് നോക്കിയിട്ടാ, ഉപ്പ് ഇങ്ങനെ വെച്ച്. പക്ഷെ എനിക്ക് ഉപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ പല്ല് എന്താ പറയുക, ഭയങ്കര വേദന കൂടി പോലെ തോന്നുന്നു. എൻ്റെ ഞാനേ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. പല്ലുവേദന പെയിൻ കില്ലർ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെയിൻ വരുമ്പോൾ ഞാൻ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെയിൻ കില്ലർ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പം എന്തായാലും ഇതിനൊരു കുറവില്ല. കുറവെന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കുറേയുണ്ട്. അത് കഴിയുമ്പോൾ അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും പല്ലുവേദന വരണം. അപ്പം ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം. വെച്ചുകൊണ്ടിരുന്ന കാര്യം പല്ലുവേദനയും പ്രസവവേദനയും സഹിക്കാൻ പറ്റില്ല. ഇന്നത്തെ രാത്രി എന്താ പറയുക, ഒരു ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഈ പെയിൻ കില്ലർ 2-3 എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ. അപ്പോൾ എന്തായാലും വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. പിള്ളേരെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഉണ്ട്. അവരോട് ആക്കി കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പച്ചൻ വരാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ അപ്പച്ചനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ അതുകൂട്ടൻ വന്നെന്ന് പറയും. പിന്നെ കരച്ചിലാവും, ബഹളാവും. പിന്നെ എനിക്ക് അവനെന്നെ പല്ലൊക്കെ നോക്കണം കാണുമ്പോൾ പിന്നെ ആകെപ്പാടെ പ്രശ്നമാവും. അപ്പോൾ ആ പ്രശ്നത്തിലേക്ക് നിൽക്കണതിന് മുന്നേ തന്നെ ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ആദത്തിന് ഞാൻ അവിടെ ടി വി വെച്ച് കൊടുത്തേക്കാം. എനിക്ക് ടി വി വെച്ച് കൊടുക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ വീട്ടില്ല, ഉറപ്പാണ്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്താ പറയാൻ പോണേന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പുറത്തേക്ക് അധികം കേടൊന്നും കാണില്ല. പക്ഷെ അത് എന്നാ ഉള്ളിലേക്ക് എനിക്ക് ഇവിടെയൊക്കെ വേദന എടുക്കണോ, ഇവിടെ ഈ അടിയിലൊക്കെ ഇല്ലേ, അടിയിലൊക്കെ വേദന എടുക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ ഈ പല്ല് വരണേണ്ടിയാണോ. അതല്ല, ഈ പല്ലിൻ്റെ എഫക്റ്റ് തന്നെയാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വേദന വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അവർ കണ്ടിട്ടില്ല. ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടർ വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വരുന്നാണ് പറഞ്ഞേക്കണം. ഇനിയിപ്പോൾ മറ്റേ ചാർട്ട് കാര്യങ്ങൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ചുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. എൻ്റെ ദൈവം, ആകെപ്പാടിൽ വെപ്രാളായിരുന്നു കാലത്ത്.
ഹോസ്പിറ്റലിൽ പോയി അവർ നോക്കി റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ പെയിൻ കുറയില്ല. കാരണം എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താണ് കേട് വന്നിട്ടുണ്ടെന്ന്. അപ്പം റൂട്ട് കനാൽ ചെയ്യണം. ഞാൻ അവിടെ നിന്ന് ഓടായിരുന്നു കേട്ടോ പിള്ളേരെ കറിയുന്നതിന് മുൻപ്. അപ്പം ഇനി ഒരു ദിവസം എടുക്കണം, 2 ടേമായിട്ട് ചെയ്യാൻ പറ്റും, 2 ക്യാപ്പ് ഇടണമെന്നൊക്കെ പറഞ്ഞേക്കണം ഡോക്ടർ. അപ്പോൾ ചെയ്യണം. ഇപ്പം പെയിൻ കില്ലർ അങ്ങനെ കഴിക്കണ്ടാവും, പാരസെറ്റാമോൾ കഴിച്ചാൽ മതി. കാരണം ഉണ്ണിക്ക് പാൽ കൊടുക്കണം പറഞ്ഞേ. അപ്പോൾ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഇനി മെഡിസിൻ കഴിച്ച് കഴിയുമ്പോൾ കുറയുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, ഇൻഫെക്ഷൻ ഉള്ളിലുള്ളത് പോവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് റൂട്ട് കനാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ പല്ലുവേദന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. പ്രസവ വേദനയേക്കാൾ അക്രമ വേദനയാണിത്. സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അവസ്ഥ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഒന്നും കഴിക്കാനും പറ്റണില്ല. പിള്ളേരാണെങ്കിൽ ഒരു സ്ഥലത്തും ഇരുത്തണില്ല. അങ്ങനെ ഒരു വിധത്തിലാണ് ഇപ്പോൾ പെയിൻ കില്ലർമയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റൂട്ട് കനാൽ ചെയ്യുമ്പോഴേക്ക് മാറുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്ര കൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും.